ഗുഡ് മോർണിംഗ്, പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിലേക്ക് ഈ പകലും കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നെന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിലേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വിശുദ്ധ വേദപുസ്തകം യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യോശുവ യെരിഹോവിന് സമീപത്ത് ഇരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി ഒരാൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ദൈവിക ആലോചനകളും ദൈവശബ്ദവും ഒക്കെ കേട്ട് ഒരു മോശയിലൂടെ പുറപ്പെട്ട ജനം ഇന്ന് മോശയുടെ കാലം ഘട്ടം കഴിഞ്ഞ് യോശുവ 600,000 വരുന്ന ജനത്തിൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിലേക്ക്, ലീഡർഷിപ്പിലേക്ക് കടന്നു വന്ന് തൻ്റെ ജനമാകുന്ന ഇസ്രായേൽ മക്കളെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് പുറപ്പെടുവിച്ച് കൊണ്ടുവരുമ്പോൾ വേദപുസ്തകം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇസ്രായേൽ ദിനം നിമിത്തം യെരിഹോ എന്ന പട്ടണക്കാർ ഒരു വൻമതിൽ പണിത് അതിൻ്റെ വാതിലുകളൊക്കെയും അടച്ച് അവർ ഉറപ്പാക്കിയിരിപ്പാൻ ഇടയായി. എന്നാൽ ഈ വാതിലുകൾ തുറക്കപ്പെട്ടാൽ മാത്രമേ ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേൽ മക്കൾക്ക് അവരുടെ വാഗ്ദത്തങ്ങളിലേക്ക് പോകുവാൻ ഇവർക്ക് കഴിയുകയുള്ളൂ. എന്നാൽ ആ പ്രതിസന്ധിയുടെ മുമ്പിൽ, ആ ഒരു വലിയൊരു പ്രശ്നത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന യോശുവ ഇവിടെ ഈ വാക്യത്തിൽ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: യോശുവ തല ഉയർത്തുവാൻ ഇടയായി. എൻ്റെ ചോദ്യം, യെരിഹോവിൻ്റെ സമീപത്തിരിക്കുന്ന യോശുവയുടെ തല എപ്പോഴാണ് ഉയർത്തിയത്? ഒരു വാൾ കയ്യിൽ ഊരിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ 5:15 വരുമ്പോൾ യോശുവയുടെ അടുക്കൽ നിൽക്കുന്ന ആൾ ആര് എന്ന് യോശുവ ചോദിക്കുമ്പോൾ താൻ തന്നെ യോശുവയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പരിചയപ്പെടുത്തുക. ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതി എന്ന് പരിചയപ്പെടുത്തുന്നതായി നാം കാണുന്നു. നാം ഒരു ഭാഗത്ത് തല താഴ്ത്തി ഇരുന്നാൽ ഒരു വ്യക്തി നമ്മുടെ അടുക്കൽ വരുമ്പോൾ, ഒരു വ്യക്തിയുടെ സാന്നിധ്യം, ഒരു പ്രസൻസ് ഒരുപക്ഷെ കണ്ടില്ല എങ്കിൽ പോലും ശബ്ദമായിട്ടോ അല്ലെങ്കിൽ ഗന്ധമായിട്ടോ അല്ലെങ്കിൽ കാണുകയോ, ഒരു വ്യക്തിയുടെ പ്രസൻസ് നമ്മുടെ അരികിൽ ഒരു വ്യക്തി വരുമ്പോൾ നമ്മൾ അത് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ ഒരു ദൂതായി ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ: യോശുവ എന്ന മനുഷ്യൻ്റെ തല യെരിഹോ എന്ന പട്ടണം നിമിത്തം, യെരിഹോ എന്ന മതിൽ നിമിത്തം, അടയ്ക്കപ്പെട്ട വാതിലുകൾ നിമിത്തം, മുന്നോട്ട് പോകുവാൻ കഴിയാത്തത് നിമിത്തം, വാഗ്ദത്തങ്ങളിലേക്ക് ഇനി എങ്ങനെ എത്തുമെന്ന ചോദ്യം നിമിത്തം തല താണിരിക്കുന്ന യോശുവയുടെ തല ഉയർന്നത് യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപൻ്റെ പ്രസൻസ് യോശുവയുടെ അടുക്കൽ ആമേൻ ആ ദൈവ മനുഷ്യൻ അനുഭവിച്ചപ്പോഴത്രേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ നോക്കി ഇങ്ങനെ ദൂതറിയിക്കുന്നു: നീ ഏത് പട്ടണത്തിൽ, നീ ഏത് ഭവനത്തിൽ, ഏത് കൂട്ടത്തിൻ്റെ നടുവിൽ, ഏത് സഭയിൽ, ഏതിടത്ത് നിന്റെ തല കഴിഞ്ഞ നാളുകളിൽ എന്തൊക്കെയോ വിഷയങ്ങളോ കാരണം, ഏതൊക്കെയോ വ്യക്തികൾ കാരണം, എന്തൊക്കെയോ കാരണങ്ങൾ നിമിത്തം നിന്റെ തല താണു. പക്ഷേ ഇന്നു പകൽ നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, നീ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവദൂതൻ്റെ സാന്നിധ്യം ഇന്നു പകൽ നിന്റെ അരികിൽ നീ അനുഭവിക്കുമ്പോൾ നിന്റെ തല എവിടെ താണുവോ അവിടെ ഉയരുവാൻ പോകുന്നു. ഇന്ന് ഈ പകൽ ഈ ദൂതേറ്റെടുക്കാൻ, ഇതിന് ആമേൻ പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ തലയെ ദേശത്തിൻ്റെ നടുവിൽ ദൈവമിതാ ഉയർത്തുവാൻ പോകുന്നു. പരാജയപ്പെട്ട സ്ഥാനത്ത് ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് വിധി എഴുതിയ സ്ഥാനത്ത് നിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടിയുള്ള മുഖാന്തരങ്ങൾ, സാധ്യതകൾ, അതിൻ്റെ വഴികൾ സ്വർഗമിതാ നിന്റെ മുമ്പിൽ വെട്ടിത്തുറക്കുന്ന ദിവസങ്ങൾ എത്രയെന്ന്, ആമേൻ, അടുത്ത ദിവസങ്ങളെന്ന് ഈ പകൽ ആത്മാവ് നിന്നെ നോക്കി ദൂതറിയിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമാകുന്ന നല്ല സമയത്തിനായി സ്തോത്രം. ഈ പകൽ കേട്ട ദൂതിനായി നന്ദി കർത്താവേ. അങ്ങയുടെ പ്രസൻസ് തന്നെ മക്കൾ അനുഭവിക്കുമ്പോൾ എവിടെ തല താണുവോ അവിടെ അങ്ങയുടെ പ്രസൻസ് വെളിപ്പെടട്ടെ, അവിടെ അവരുടെ തല ഉയരുമാറാകട്ടെ. ദൈവം അങ്ങനെ തന്നെ ഈ ദിവസങ്ങളിൽ ചെയ്യുവാൻ പോകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥിച്ച് അങ്ങയുടെ മക്കളെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.